ഹായ് ഫ്രണ്ട്സ്, ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസസ് പരീക്ഷ വന്നിട്ടുണ്ട്. അതിന്റെ എക്സാം ഡേറ്റ് PSC ഫെബ്രുവരിയിലെ പരീക്ഷാ കലണ്ടറിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 19-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. ഫെബ്രുവരി 19-നാണ് പരീക്ഷ നടക്കുന്നത്. മനസ്സിലാക്കുക, ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഇൻ ഹെൽത്ത് സർവീസസ്. നമുക്കറിയാം, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, MLT ഒക്കെ യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പരീക്ഷയായിരുന്നു ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസസ് എന്നുള്ള പരീക്ഷ. കാറ്റഗറി നമ്പർ 422/2024 2025 നടക്കേണ്ടതായിരുന്നു. പക്ഷെ 2026 ഫെബ്രുവരി 19-നാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏതാണ്ട് 4700ഓളം പേര് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. നിങ്ങളുടെ PSCയുടെ വൺ ഡേ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ചെന്നിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ സിലബസ് ആണ്. കഴിഞ്ഞ തവണത്തെ സിലബസിൽ നിന്ന് വലിയ മാറ്റം ഇത്തവണ വരുത്തിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. കുറെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ളത് PSC. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാർക്ക് ഡിവിഷനൊക്കെ നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 3 പാർട്ടായിട്ടാണ് സിലബസിനെ തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ പാർട്ട് മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജിയിൽ നിന്ന് 30 മാർക്കാണ്. മൈക്രോബയോളജിയിൽ 30 മാർക്ക്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ സ്റ്റിൽ മൈക്രോബയോളജിയിൽ 30 മാർക്ക് അവർ ഇട്ടിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ജനറൽ മൈക്രോബയോളജി, ഇമ്മ്യൂണോളജിയുടെ ചേർത്ത് 10 മാർക്ക്, സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി, വൈറോളജി, DNA വൈറസ്, RNA വൈറസ്, അതർ ഗ്രൂപ്പ് ഓഫ് വൈറസ്, മൈക്കോളജി, പാരസൈറ്റോളജി, ഇതെല്ലാം കൂടെ ചേർത്ത് 10 മാർക്ക്. അതുപോലെ തന്നെ അപ്ലൈഡ് മൈക്രോബയോളജിക്ക് 10 മാർക്ക്. അങ്ങനെ മൈക്രോബയോളജിയിൽ നിന്ന് 30 മാർക്കിന്റെ സിലബസ് ആണ് തന്നിട്ടുള്ളത്. വിശദമായിട്ടുള്ള സിലബസ് താഴേക്കുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് PSCയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഫെബ്രുവരിയിലെ പരീക്ഷാ കലണ്ടറിൽ ചെന്നാൽ ഈ ജൂനിയർ സയന്റിഫിക് ഓഫീസറുടെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സിലബസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം പഠിക്കാൻ. കാരണം ചോദ്യങ്ങൾ അങ്ങനെ മാത്രമേ വരികയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പാർട്ടാണ് ബയോകെമിസ്ട്രിയിലേക്കും 30 മാർക്കാണ്. ഇതും വളരെ വാസ്റ്റ് ആയിട്ടൊരു സിലബസ് തന്നെയാണ്. അതിൽ ഓരോ വലിയ പോർഷനും ചെറിയ ചെറിയ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത്. ജനറൽ ബയോകെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി 2 മാർക്കേ ഉള്ളൂ. അത് വലിയ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ടെക്നിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, അതിന് 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ കെമിസ്ട്രി ആൻഡ് മെറ്റാബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് അസോസിയേറ്റഡ് ഇൻബോൺ എറേഴ്സ്. അപ്പോൾ ഇതിന് 6 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് തുടങ്ങിയ കാര്യങ്ങളാണ്. എൻസൈമോളജി, കെമിസ്ട്രി ആൻഡ് മെറ്റബോളിസം ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, ഹീമോഗ്ലോബിൻ, അതിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. 4 ചോദ്യങ്ങൾ വരും. വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരും. മോളിക്കുലർ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഓഫ് ക്യാൻസർ, അതിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇമ്മ്യൂണോളജിയിൽ നിന്ന് 2 മാർക്കിന്റെ, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മ്യൂണോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ക്ലിനിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. ദെൻ ഡയഗ്നോസ്റ്റിക് ബയോകെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. എൻഡോക്രൈനോളജി ആൻഡ് ടോക്സിക്കോളജിയിൽ നിന്ന് 2 ചോദ്യങ്ങൾ. അത്രയാണ് നമ്മുടെ ബയോകെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അങ്ങനെ 30 60 മാർക്ക് മൈക്രോബയോളജിയും ബയോകെമിസ്ട്രിയും കൂടെ ആയി. ബാക്കി 40 മാർക്ക് വരുന്നത് MLTയിൽ നിന്നാണ്. MLT എന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ആ ഒരു ഭാഗത്ത് നിന്നാണ് 40 മാർക്ക്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണ്ട് 10 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. ദെൻ മൊഡ്യൂൾ 1 ജനറൽ മൈക്രോബയോളജി നമ്മൾ നേരത്തെ പഠിക്കുന്നത് തന്നെയാണ്. ഈ PSC സിലബസ് ഇടുമ്പോൾ മറ്റേതെങ്കിലും ഒരു പരീക്ഷയുടെ സിലബസ് ഒരു എളുപ്പവഴിക്ക് കയറ്റി ഇട്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള പരീക്ഷയുടെ സിലബസ് ആണ് ഇത്. ആക്ച്വലി അതിന്റെ MLT പോർഷൻസ് ആണ്. അത് അവർ MLTയുടെ സിലബസ് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് അതേപടി എടുത്തു വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് അപ്പടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരികയും ചെയ്യും. ഈ പറഞ്ഞ ജനറൽ മൈക്രോബയോളജി ഒക്കെ മേളിലും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഡിസ്ഇൻഫെക്ഷൻ, മൈക്രോസ്കോപ്സ്, ദെൻ സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി തുടങ്ങിയ കാര്യങ്ങൾ. രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് 4 മാർക്ക് വരും. മെഡിക്കൽ പാരസൈറ്റോളജി, മെഡിക്കൽ മൈക്കോളജി, മെഡിക്കൽ വൈറോളജി. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് 3 മാർക്ക് ഇമ്മ്യൂണോളജി വീണ്ടും ഇവിടെ വരുന്നുണ്ട്. ഇമ്മ്യൂണോളജി നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ദെൻ അപ്ലൈഡ് മെഡിക്കൽ മൈക്രോബയോളജി ഉണ്ട്. പതോളജിയാണ് 4 മാർക്കിന് ഇവിടെ ഉള്ളത്. ഹെമറ്റോളജി, ക്ലിനിക്കൽ പതോളജി. 5ാമത്തെ മൊഡ്യൂള് 4 മാർക്കിന്റെ സൈറ്റോജെനിറ്റിക്, സൈറ്റോളജി, ഹിസ്റ്റോ പതോളജി ഒക്കെയാണ് വരുന്നത്. ദെൻ 6ാമത്തെ മൊഡ്യൂൾ ബ്ലഡ് ബാങ്കിങ് ആണ് 6ാമത്തെ മൊഡ്യൂൾ വരുന്നത്. അതിന് 3 മാർക്ക് വരുന്നുണ്ട്. വീണ്ടും ഇവിടെ ബയോകെമിസ്ട്രി കയറി വരുന്നുണ്ട്. മൊഡ്യൂൾ 7 5 മാർക്ക്. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെ നേരത്തെ നമ്മൾ ഇതേ സിലബസിൽ തന്നെ കണ്ടു. വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്.
എൻസൈമോളജി ഇവിടെയുണ്ട്, മെറ്റാബോളിസം 8ാമത്തെ മൊഡ്യൂൾ ബയോകെമിക്കൽ അനാലിസിസ് ആണ്, 6 മാർക്കിന്റെ ഡയഗ്നോസ്റ്റിക് ബയോകെമിസ്ട്രി ഉണ്ട്. ദെൻ മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് അതാണ് 9ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ലബോറട്ടറി ഓർഗനൈസേഷൻ ആണ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ അധിക സമയമില്ല, ഒരു 2-2.5 മാസമേ ഉള്ളൂ. ഫെബ്രുവരി 19-ാം തീയതിയാണ് പരീക്ഷ. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സിലബസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം എല്ലാവർക്കും ഈ വാസ്റ്റ് സിലബസ് കണ്ട് പേടിക്കേണ്ട. ഈ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ സിലബസ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഒരേപോലെ ടൈം ഫ്രെയിം ആണ് ഇനി ഉള്ളത്. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ മാക്സിമം പഠിച്ചെടുത്ത് നല്ല സ്കോർ നേടാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.